നല്ലായിട്ട് നമസ്കാരം, എല്ലാവർക്കും ഹിൽ ടോപ്പ് ചാനലിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ നാളായില്ലേ കണ്ടിട്ട്. നമുക്കപ്പോൾ ഈ ജിം റൂട്ടിനെ അങ്ങോട്ട് ഒരു അച്ചാറിട്ടാലോ? ഇത് മൊത്തം അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് ഒരു അച്ചാറിടാം അല്ലേ? അപ്പോൾ നമ്മുടെ ഹിൽ ടോപ്പ് കിച്ചൻ്റെ ടേസ്റ്റ് അറിയാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ നമ്മളിത് അച്ചാറാക്കി നിങ്ങളിലേക്ക് എത്തിക്കാട്ടോ. ആഗ്രഹമുള്ളവരൊക്കെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, ഞാൻ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ ബുച്ചേഴ്സിനെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. പടവടെ നാട്ടെ അടുത്ത മഴയ്ക്ക് മുമ്പ് പരിപാടി തീർക്കണ്ടേ? ഈ നട്ടത്ര വെയിലത്തില്ലേ. അച്ചാറായതുകൊണ്ട് നമുക്ക് നെയ്യും ഇതൊന്നും പാടില്ല, ഇറച്ചിയുടെ പീസ് മാത്രമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നെയ്യെല്ലാം നമുക്ക് ചെത്തി മാറ്റാം. അപ്പോൾ നമ്മുടെ ഇറച്ചിയൊക്കെ ഇങ്ങനെ ചെത്തിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പണിയുണ്ട്, കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ നമ്മളിതാ ക്ഷമയോടെ ഇത് ചെയ്യാണ്. ഇവിടെ മുറുക്കെ പിടിച്ചോട്ടെ, അങ്ങോട്ട് ചിലപ്പോൾ വരുവേ. നല്ല ശുദ്ധമായ പോത്തിനെയ്യിൽ വറുത്തെടുത്ത പഴംപൊരി ഉണ്ടാക്കണം, എന്നിട്ട് ബീഫ് റോസ്റ്റും കൂടെ ഉണ്ടാകും. അത് രണ്ടും നല്ല കോമ്പിനേഷൻ ആയിരിക്കില്ല, ബീഫിൻ്റെ നെയ്യും ബീഫ് റോസ്റ്റും പഴംപൊരി. പരുന്ത് റാഞ്ചൂടെ പരുന്ത് ഇറച്ചിനെ വന്നി കേട്ടോ. ഇവിടെ കള്ള നമ്മുടെ ആൾക്കാർക്ക് നമ്മുടെ ഫുഡ് ടേസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കുറേ നാളായിട്ട് ചോദിക്കണം. അപ്പോൾ അത് എങ്ങനെ എത്തിക്കാമെന്നാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ. അച്ചാറാകുമ്പോൾ നമുക്ക് പാക്ക് ചെയ്ത് നൈസായിട്ട് സെൻഡ് ചെയ്യാമല്ലോ. അതാണ് നമ്മുടെ അവസാനത്തിൽ എത്തിയത്. കുറേ നാളായി, ഇപ്പോഴൊന്നുമില്ല, എത്ര നാളായിട്ട് ചോദിക്കുന്ന ആൾക്കാർ. ഇതേപോലെ വേറൊരു, അതായത് കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കഴിച്ചിട്ട് നമ്മൾ തന്നെ അടിപൊളിയാണെന്ന് പറയുക എന്നുള്ളത്. ഇതിലെന്തായാലും മാറ്റി കൊടുക്കുക, അത് മാറ്റി കൊടുക്കാമല്ലോ. എടാ, നിങ്ങൾ എനിക്ക് ചെലവ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത്രയും വലിയ പോത്തിനെ മുറിച്ച് പഠിക്കാനുള്ള അവസരം ഞാൻ തന്നില്ലേ? ലോകത്തിലെ ഏറ്റവും ചെറിയ ബുച്ചറായിരിക്കും. അപ്പം നമ്മളിത് കട്ട് ചെയ്ത് നല്ല ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കട്ടോ. നെയ്യും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫാറ്റൊക്കെ കളഞ്ഞ് മീറ്റ് മാത്രമാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് കഴുകി അങ്ങ് എടുക്കാവേ. ആഹാ, നല്ല അടിപൊളി ബീഫിലാ. നല്ല ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പം നമ്മുടെ ഇറച്ചി ഫുള്ള് നല്ല രീതിയിൽ കഴുകി വാരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് വേവിക്കാനായിട്ട് നമ്മളിതാ വാർപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. തീയൊക്കെ ആളി കത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം അതിലോട്ട്. അപ്പോൾ ബീഫ് വേവിക്കാൻ നേരം നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അതാ മഞ്ഞൾപ്പൊടി ഇടാം ആദ്യം. അടുത്തായിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് നമുക്ക് എപ്പോഴും കൈക്കണക്കാണ്, നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കും. പാത്രത്തിൽ അങ്ങോട്ട് കുടഞ്ഞിട്ടാലേ ചിലപ്പോൾ അളവ് കറക്റ്റായിട്ട് കിട്ടില്ല. ഇത് അത്രയും പിഴിഞ്ഞിട്ടിട്ട് നമ്മുടെ ബീഫിനകത്ത് നിന്ന് വെള്ളം ഇറങ്ങിയത് കണ്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. അപ്പോൾ നല്ല രീതിയിൽ നമ്മളിതാ എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് അങ്ങോട്ട് വേവിക്കാം കേട്ടോ കുറച്ച് നേരം.
അപ്പോൾ നമ്മുടെ ബീഫൊക്കെ വെന്ത് നല്ല രീതിയിൽ നമ്മൾ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചട്ടി വെച്ച് അങ്ങോട്ട് വറുത്തെടുക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ചൂടായ ചട്ടിയിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇതാ ബീഫ് ഇതാ നല്ല രീതിയിൽ നമ്മളിങ്ങനെ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ കണ്ടോ നല്ല നമ്മളിത് മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കാം. ഇനിയപ്പോൾ നമുക്ക് നമ്മുടെ ചൂടായ വാർപ്പിനകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചൂടായ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കടുകൊക്കെ നല്ല രീതിയിൽ ഇതാ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇതാ നല്ല രീതിയിൽ വാടി തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നീളത്തിലരിഞ്ഞ ഇഞ്ചി. അടുത്തായിട്ട് നമുക്ക് പച്ചമുളക് കിട്ടും. അച്ചാറായി വരുമ്പോഴത്തേനും രാത്രി ആവൂടെ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ പച്ചമുളകൊക്കെ നല്ല രീതിയിൽ നമ്മുടെ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മളൊരു സാധനം കൂടി ഇടാൻ പോവാണ്. കറിവേപ്പില. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നോക്കണം നല്ല രീതിയിൽ ഇതാ വഴറ്റിയെടുത്തിട്ടുണ്ടല്ല. അതിനകത്തെ വെള്ളത്തിൻ്റെ അംശം ഫുള്ള് നമ്മൾ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. നമ്മൾ എരിവിനായിട്ട് കുരുമുളക് ആട്ടോ ഇടുന്നത്. അതേപോലെ അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടാലേ കുറച്ചൊരു കളർ ഉണ്ടാവുള്ളൂ. നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. ഈ പൊടികൾ നമുക്ക് ഇതിനകത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നമ്മൾ നല്ല രീതിയിൽ മൂപ്പിച്ചിട്ടുണ്ട്. അതിനകത്തൊരു വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിനകത്ത്. ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിനകത്തോട്ട്. നല്ല കട്ട കായം നമ്മൾ വറുത്ത് പൊടിച്ചെടുക്കാം. ഇനി നമ്മുടെ നാടൻ കുരുമുളക് പൊടി, നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ കുരുമുളക് കേട്ടോ. അതിൻ്റെ പൊടി കുറച്ചിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് അങ്ങനെ ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെട്ടി തിളയ്ക്കുന്നത് അച്ചാറിൻ്റെ ഗ്രേവിക്കകത്തോട്ട് നമുക്ക് ബീഫ് അങ്ങോട്ട് തട്ടി കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിനകത്ത് അങ്ങനെ ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് അച്ചാർ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുപ്പത്തു നിന്ന് അങ്ങോട്ട് വാങ്ങിയാലോ. ആവി പറക്കുന്ന ബീഫ് അച്ചാർ. അപ്പോൾ നമ്മുടെ കിടിലൻ ബീഫ് അച്ചാർ റെഡി ആയി കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കണ്ടേ. ഇവിടെ വാള കുറച്ച് അച്ചാർ നമ്മുടെ ചോറിൻ്റെ സൈഡിലോട്ട് അങ്ങ് ഇടാം കേട്ടോ. എൻ്റെ പൊന്നു. ലേശം അച്ചാർ ഇങ്ങനെ എടുത്ത് നമ്മുടെ ചോറിനകത്തോട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ വേറെ കറിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യണം. ഒരു രൂപ കഴിച്ച് നോക്കിയേ. ഞാൻ കഴിച്ച് നോക്കാം അല്ലേ. ബീഫ് അച്ചാർ തന്നെ കഴിച്ച് നോക്കണ്ടേ നമുക്ക്. പിന്നെ നമ്മുടെ നോർമലായിട്ടുള്ള ബീഫ് അച്ചാറേ അല്ല. അതെല്ലേ? അല്ല, നമ്മൾ പിന്നെ എല്ലാം വെറൈറ്റി ആയിട്ടല്ലേ വെക്കുള്ളൂ. കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ അല്ലേ. ഇതുണ്ട് ഉഷാർ സാധനം കേട്ടോ. അടിപൊളിയില്ലേ? ശരിക്കും അച്ചാറാണ് കാര്യം പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ നമുക്ക് ഇത് മാത്രം മതി. ഇതുണ്ട് നമ്മുടെ ബീഫ് കണ്ടോ, എല്ലാം കല്ല് പോലെ ഇരിക്കുകയല്ല കേട്ടോ. ഇതുണ്ട് നല്ല സോഫ്റ്റ് ഇറച്ചിയാണ്. ഞാൻ ആർക്കും കഴിക്കാം. പല്ലില്ലാത്തവർക്കും ചവച്ച് കഴിക്കാമല്ലടാ. പല്ലില്ലാത്തവർക്കും ചവച്ച് കഴിക്കാൻ അല്ല, ചവയ്ക്കാതെ കഴിക്കാന്നാണ് ഉദ്ദേശിച്ചത്. ഈ സാധനം ഉണ്ടല്ലോ എൻ്റെ പൊന്നു, ഞാനിത് എത്രാമത്തെ പ്രാവശ്യം എടുക്കണമെന്ന് അറിയോ. നമുക്ക് എല്ലാവർക്കും ആ രുചി എത്തിക്കണം എന്നുള്ളൊരു അല്ലേ. നമ്മുടെ
ഹിൽ ടോപ്പ് കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയിട്ടുള്ള ഒരു യൂണീക്നെസ് അതിൽ കൊണ്ടുവരും ഇല്ലടാ. പിന്നല്ല, അത് വേണമല്ലോ. പിന്നെ അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ബീഫുകൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം കേട്ടോ. അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുത്തേക്കാം. അപ്പം താല്പര്യമുള്ളവരൊക്കെ ഓർഡർ ചെയ്യുക. എന്നിട്ട് അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ ഇട്ടേക്ക് കേട്ടോ. അപ്പം എന്ന് കഴിഞ്ഞാൽ ഇതിലും മനോഹരമായിട്ടുള്ള അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും പീസ്.